സ്റ്റാൻലി അലിയയുടെ മുറിയിലേക്ക് വരുന്നുണ്ട്. എന്താ പപ്പ രാവിലെ തന്നെ എന്ന് ചോദിക്കുമ്പം ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. ഗുഡ് മോർണിംഗ് പപ്പ എന്ന് പറയാണ്. അല്ല, മോളുടെ ബർത്ത്ഡേ അറിയോ എന്ന് ചോദിക്കുമ്പം അറിയാം എന്ന് പറയാണ്. ആഹാ, എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പം അത് പിന്നെ എന്നെ കൊണ്ട് കൊടുത്ത ദിവസം ആ ഡേറ്റ് സഹിതം ബ്രിജിത്ത മമ്മി എല്ലാം രേഖയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വരുന്ന എല്ലാ കുട്ടികളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് മറക്കാതെ ബ്രിജിത്ത മമ്മി ശേഖരിക്കാറുണ്ട്. അത് മാത്രമല്ല, അവിടെ വന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ അറിയില്ല എന്നുണ്ടെങ്കിൽ മമ്മി അവരെ കൊണ്ടാക്കുന്ന ഏത് ദിവസമാണോ അന്നാണ് അവരുടെ ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. എല്ലാവരുടെയും പിറന്നാളൊക്കെ അവിടെ ആഘോഷിക്കാറുണ്ടായിരുന്നോ? ഏയ്, അങ്ങനെയില്ല. മമ്മിയാണെങ്കിലോ 100-150 രൂപയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്ത് തരും. അതും എങ്ങനെയെങ്കിലൊക്കെ പൈസ ഒപ്പിച്ച്. പിന്നെ അന്ന് അവിടെ നല്ല ഫുഡായിരിക്കും. ചോറും 2 കറിയും കാണും. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ഫുഡ്. അല്ലാത്ത ദിവസമൊക്കെ അച്ചാറോ പപ്പടോ മോരോ ഒക്കെ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു നിൽക്കുമ്പം സ്റ്റാൻലിക്ക് വിഷമാവുന്നുണ്ട്. അല്ല, എന്നാ അവളുടെ പിറന്നാൾ എന്ന് ചോദിക്കുകയാണ്. ആഗസ്റ്റ് 16-ാം തീയതി എന്ന് പറയുന്നുണ്ട്. ആഹാ, അപ്പോൾ നാളെ കഴിഞ്ഞാണോ നിന്റെ പിറന്നാൾ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ടും നല്ലവണ്ണം ഒന്നും ആഘോഷിച്ചിട്ടില്ല അല്ലേ? ഇല്ല. കേക്ക് മുറിച്ചിട്ടുണ്ടോ? ഹേയ്, അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുമെന്ന് കരുതിയിട്ട് ഓർഫനേജിലെ ചിന്നുമോളുടെയൊക്കെ പിറന്നാൾ ഞങ്ങളിപ്പോൾ ആഘോഷിക്കാറുണ്ട്. അവരൊക്കെ കൂട്ടാരെന്ന് പറയുമല്ലോ ആഘോഷിക്കുന്ന കാര്യമൊക്കെ. ഞാൻ, രേവതിക്കുട്ടി, അങ്ങനെ ഞങ്ങളെപ്പോലുള്ളവരൊന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. ആ പൈസ ഉണ്ടെങ്കിൽ ഒരു നേരം കൂടി അവിടുത്തെ എല്ലാ കുട്ടികളും ആഹാരം കഴിക്കും. അത് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളൊന്നും ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. ആ ഉടുപ്പ് പോലും വേണ്ടെന്ന് ഞാൻ പറയാറുള്ളതാ. പിന്നെ മമ്മയുടെ ഒരു സന്തോഷത്തിനാണ് ആ ഉടുപ്പ് വാങ്ങി തരുന്നത്. അത് കിട്ടുമ്പം ഞങ്ങളുടെ ഉള്ളിൽ വലിയ സന്തോഷമായിരിക്കും. ഓരോ പിറന്നാളും വരാൻ ഞങ്ങൾ കാത്തിരിക്കും. പിന്നെ അനാഥ കുട്ടികൾക്കായിട്ട് സംഭാവനയായിട്ട് കുറേ ഡ്രസ്സും കൊണ്ടൊക്കെ ചിലവരൊക്കെ വരുന്നുണ്ട്. ആ സമയത്തും കുറേ ഉടുപ്പൊക്കെ കിട്ടും. പിന്നെ ഫുഡും കൊണ്ടും വരും ചിലരൊക്കെ. മുട്ടായി, സ്വീറ്റ്സ്, അങ്ങനെ എല്ലാം കൊണ്ടു തരും എന്ന് പറയാണ്. അതൊക്കെ വിട്. എന്തായാലും നാളെ കഴിഞ്ഞ് മോളുടെ പിറന്നാളല്ലേ, അത് നമുക്കൊരു ആഘോഷമാക്കണം. അയ്യോ പപ്പ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉടുപ്പ് അതാ എനിക്ക് മമ്മി വാങ്ങി തന്നത്. മമ്മിയുടെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ട്. എനിക്കത് മാത്രം മതി എന്ന് പറയുമ്പം അത് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നീ എൻ്റെ രാജകുമാരിയാ. സ്റ്റാലിയുടെ മകൾ അങ്ങനെ ജീവിച്ചാൽ പോരാ. ഇത്രയും കാലം സ്റ്റാലിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയൊരു മകളുണ്ടെന്ന്. പക്ഷെ ഇപ്പോൾ സ്റ്റാലിക്ക് അറിയാം സ്റ്റാലിയുടെ മകളെ. അതുകൊണ്ട് തന്നെ അവള് രാജകുമാരി പോലെ തന്നെ വേണം എന്ന് പറയുന്നുണ്ട്. പപ്പ എന്ന് വിളിക്കുമ്പം വേണ്ട, ഒന്നും പറയണ്ട. പിന്നെ നിനക്ക് ആരെയൊക്കെ വിളിക്കാറുണ്ടോ എല്ലാവരെയും വിളിച്ചോ. എനിക്ക് ആരെ വിളിക്കാനാ? രേവതിക്കുട്ടിയും ഗ്രേസ്മാരെയും മാമച്ചനങ്ങളിനെയും. പിന്നെ വിളിക്കാനുള്ളത് അവിടെയാ കൊല്ലപ്പള്ളിന്ന് മനുവേട്ടനെയും ശിവനങ്ങളിനെയും. കമലാൻറ്റിയെ വിളിച്ചാൽ പിന്നെ ആകെ പ്രശ്നമാവുമല്ലോ. കമലാൻറ്റി വരില്ല. ശിവനങ്ങളും ഇങ്ങോട്ടായതുകൊണ്ട് വരില്ല. പിന്നെ ഉള്ളത് എൻ്റെ വീട്ടിൽ എൻ്റെ കടപ്പാട്ടിലുള്ള എൻ്റെ കുട്ടികളും എൻ്റെ അച്ഛനുമാ. അവരെ മാത്രം വിളിക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് മതി, വൈജ ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരണ്ട. വൈജ എന്നെ കാണുകയും വേണ്ട. അത് വലിയ പ്രശ്നം ഉണ്ടാക്കും എന്ന് പറയുമ്പം അത് ശരിയാണ്. പിന്നെ നമുക്ക് റീത്ത മമ്മീനെയും അതുപോലെ എൽസമ്മ അമ്മീനെയൊക്കെ വിളിക്കണ്ടേ? വേണ്ട, റീത്താനെ ഈ പടിക്കിപ്പുറത്തേക്ക് കടത്തി പോകരുത്. പിന്നെ എൽസമ്മേനെയും ഡാനിയമ്മോളെ വിളിക്കണം. ഡാനിയെ വരുള്ളൂ, ടെൽസ വരില്ല. അത് നിനക്കറിയാലോ. പിന്നെ ഷെറിൻ്റെ അവിടുന്നോ എന്ന് വിളിക്കുമ്പോൾ വേണ്ട, അവിടെ നിന്ന് ആരെയും വിളിക്കണ്ട. അതൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇവിടത്തെ ഉള്ളതൊക്കെ പപ്പയുടെ ഇഷ്ടം. ബാക്കി എൻ്റെ ഉള്ളവരൊക്കെ ഞാൻ വിളിച്ചോളാമെന്ന് അലിനെ പറയുന്നുണ്ട്. പപ്പ, വലിയ ആഘോഷമൊന്നും വേണ്ട. അത് ഞാൻ തീരുമാനിച്ചോളാം. നിന്നോട് പറഞ്ഞ കാര്യം നീ ചെയ്താൽ മതി, മനസ്സിലായല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യം ഔദക്കുട്ടിയോട് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇവിടെ വച്ചാണോ ആഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പം ഏയ്, ഇവിടെ വേണ്ട. ഇവിടെ അതിനുള്ള രസമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ച് നടത്താം. കൊളുത്തപ്പുഴ വേണ്ട, ടൗണിലേക്ക് പോകാം. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ നടത്തണം. ഇത്രയും കാലം എൻ്റെ മകളാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നല്ലോ. അവിടെ വെച്ച് ഇതിൻ്റെ മകളാണെന്നുള്ളത് അനൗൺസ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അവൾക്ക് വലിയൊരു സമ്മാനം നൽകണം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ ആലോചിച്ചു നടക്കട്ടെ. അപ്പോൾ നാളെ കഴിഞ്ഞ് ഓഗസ്റ്റ് 16-ാം തീയതി അല്ലേ അവള് ജനിച്ചത് എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് പറയുന്നുണ്ട്. ഏകദേശം ആ ഒരു സമയത്തൊക്കെയാ നിന്റെ അമ്മയെ മരിച്ചത്. നീ ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഓർക്കുന്നുണ്ട് അപ്പച്ച എന്ന് പറയുന്നുണ്ട്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് നിന്റെ അമ്മ മരണപ്പെട്ടത്. അതിനുശേഷം 15 ദിവസം കഴിഞ്ഞപ്പോൾ ഇവളുണ്ടായി. അതാ ഞാൻ പറഞ്ഞത്, ശരിക്കും
എൻ്റെ ചിന്നമ്മ പുനർജനിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവധക്കുട്ടിയാണെങ്കിലോ നേരെ പുനലൂർക്ക് പോവാണ്. അവിടെ പോയിട്ട് അവരെല്ലാം ആൽബർട്ടിനോടും റോബർട്ടിനോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അവരെയും സാന്ദ്രയൊക്കെ ബർത്ത്ഡേ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ അവരാരും വരാൻ കൂട്ടാക്കുന്നില്ല. നേരെ സ്റ്റാൻലി ആണെങ്കിൽ എൽസമ്മയോടും ഡാനിയോടും പറയുമ്പം അവർ വരാൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ടെൽസ അതിന് സമ്മതിക്കുന്നില്ല. റീത്താമ്മയോട് ഈ കാര്യം പറയണ്ട, അറിഞ്ഞാൽ അവളെ വിടില്ല എന്ന് എൽസ പറയുന്നുണ്ട്. ഞാൻ ആരോടും പറയില്ല, നീയായിട്ട് പറയാതിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സ്റ്റാൻലി അത്രയും പേരെ വിളിച്ചുള്ളൂ. പിന്നെ ജോലിക്കാരെയും പിന്നെ കുറെ പഴയ ഫ്രണ്ട്സിനെയും സ്റ്റാൻലി വിളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. ഗംഗാധരൻ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പം ഹലോ, ഞാൻ സ്റ്റാൻലിയാണ്, ഗുഡ് ഈവനിങ് എന്ന് പറയുന്നുണ്ട്. ഗുഡ് ഈവനിങ് മിസ്റ്റർ സ്റ്റാൻലി എന്ന് പറയുമ്പം ഗംഗാധരന് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേ എന്ന് പതിഞ്ഞ സ്വരത്തിൽ അയാൾ പറയുന്നുണ്ട്. പിന്നെ ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല, എൻ്റെ മകളുടെ പിറന്നാളാണ് മറ്റന്നാൾ. അന്ന ദിവസം വരാൻ കഴിയുമോ എന്ന് ചോദിക്കാനാ. സ്റ്റാൻലി എന്ന് വിളിക്കുമ്പം നിങ്ങൾക്കറിയാലോ, ഓഗസ്റ്റ് 16-ാം തീയതി അന്നാണല്ലോ എൻ്റെ മകളെ നിങ്ങൾ കൊണ്ട് ഓർഫനേജിലാക്കിയത്. ആ ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. താനും തൻ്റെ അച്ഛനും ഒക്കെ കൂടി ചതിക്കാതിരുന്നെങ്കിൽ ആ കുഞ്ഞ് അനാഥയായിട്ട് വളരുമായിരുന്നോ? അനാഥാലയത്തിലെ ഓരോ കുഞ്ഞുങ്ങളും പട്ടിണിയും പരിവട്ടമൊക്കെ അനുഭവിച്ചാണ് വളരുന്നത്. ആ കൂടെ എല്ലാമുള്ള ഇത്രയും കാശുള്ള എന്നെപ്പോലെ ഒരാളുടെ മകൾ അവിടെ വളരുന്നത് താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ കുഞ്ഞ് ഇത്രയും കാലം ഒരു അനാഥ കുഞ്ഞായി വളർന്നില്ലേ? അതിന് താനും ഒരെണ്ണം കാരണക്കാരനാണ് എന്ന് പറയുമ്പം അനാഥാലയത്തിലാക്കാൻ പോവാണെന്ന് പറഞ്ഞിരുന്നു. അന്ന് അച്ഛൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്കതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഗ്രാഹ്യമില്ലായിരുന്നു സ്റ്റാൻലി എന്ന് പറയുമ്പം വേണ്ട, ഒന്നും പറയണ്ട, തനിക്ക് വരാൻ സൗകര്യമുണ്ടെങ്കിൽ വരിക. അന്ന് ഞാൻ ഇതെൻ്റെ മകളാണെന്ന് എല്ലാവരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പോവാണ് എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. അയാൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഗംഗാധരൻ അവിടെ നിൽക്കാണ് കേട്ടോ. ഇതേ സമയത്ത് ശിവനെ സ്റ്റാൻലി വിളിക്കുന്നുണ്ട്. ഹലോ, ശിവശങ്കരൻ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അതേന്ന് പറയുമ്പം എന്നെ മനസ്സിലായോ, ഞാൻ സ്റ്റാൻലി ജോസഫ്, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് എന്ന് പറയുമ്പം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. താനും തൻ്റെ ചേട്ടനും തൻ്റെ അച്ഛനൊക്കെ കൂടിയിട്ട് ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ഓർഫനേജിലാക്കിയായിരുന്നല്ലോ 10-24 വർഷം മുമ്പ് എന്ന് പറയുമ്പം അയ്യോ സ്റ്റാൻലി, അതിലെനിക്ക് കഴിയില്ല. ആ കുഞ്ഞ് മരിച്ചുപോയെന്നാണ് എൻ്റെ മറിവ്. ഗംഗേട്ടനും അച്ഛനും മാത്രമേ അത് അറിവുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പം എന്തൊക്കെയാണേലും അവളെ എൻ്റെ അടുത്തൊന്ന് പിരിച്ചുകൊണ്ട് പോകാൻ താനും ഉണ്ടായിരുന്നല്ലോ. ജീപ്പിൽ വലിച്ചു കയറ്റി അവളെ കൊണ്ടുപോകാനും കഴക്കൂട്ടത്ത് കൊണ്ടേ പ്രസവിപ്പിക്കാനും ഒക്കെ താനും ഉണ്ടായിരുന്നല്ലോ എന്ന് ചോദിക്കുകയാണ്. സ്റ്റാൻലി അത് പിന്നെ എന്ന് പറയുമ്പം വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ വിളിച്ചതേ ഇത്രയും വർഷം ഒരു അനാഥക്കുഞ്ഞ് ഒരു അനാഥത്തിൽ ജീവിച്ചിരുന്നു. സ്റ്റാൻലി ജോസഫിൻ്റെ മകൾ. ഇപ്പോൾ എൻ്റെ രാജകുമാരിയ അവളുടെ പിറന്നാളാ നാളെ കഴിഞ്ഞ് ഓഗസ്റ്റ് 16-ന്. വരാൻ സൗകര്യമുണ്ടെങ്കിൽ താൻ വന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കാണ്. ഗംഗേട്ടനെ ശിവൻ വിളിച്ചിട്ട് ഈ കാര്യം പറയുമ്പോൾ എന്നെയും അയാൾ വിളിച്ചിരുന്നു, ഇയാൾ എന്തിനുള്ള പുറപ്പാടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് അയാളെന്തായാലും അയാളുടെ മകളെ സ്വീകരിച്ചല്ലോ, അതുതന്നെ വലിയ കാര്യം. ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് അലിയൻ തിരിച്ചു വരില്ല, അതോടുകൂടി ബാലൻ്റെയും വൈജയ്ക്കുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചോളുമല്ലോ എന്ന് പറയുമ്പം ഗംഗേട്ടൻ പറയാണ് ഇല്ല ശിവ, ഇനിയാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ പോണത് എന്ന് പറയുമ്പോൾ എങ്ങനെ എന്ന് ചോദിക്കാണ്. അയാളിപ്പോൾ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോവാണ്. ഇത് അയാളുടെ മകളാണെന്ന്. ഏതെങ്കിലും വിധേയനെ ഇത് വൈജി അറിഞ്ഞാലോ? വൈജി എങ്ങനെ അറിയാനാ? കൊളത്തപ്പുഴയിലല്ലേ അവരുള്ളത്. വൈജ ഒരിക്കലും അറിയാൻ പോണില്ല എന്ന് പറയുമ്പം എനിക്ക് നല്ല പേടിയുണ്ട്. മാത്രമല്ല ബാലേന്ദ്രൻ അവളെ സ്വീകരിക്കുന്നുള്ളത് വെറും മിഥ്യ മാത്രമാണ്. ഒരിക്കലും ബാലേന്ദ്രൻ അവളെ സ്വീകരിക്കില്ല, അതെനിക്ക് ഉറപ്പാ. അയാളുടെ മനസ്സിൽ അത്രയ്ക്കും ദേഷ്യമുണ്ട് വൈജിയോടും നമ്മളോടും എല്ലാവരോടും. നമ്മൾ അയാളെ ചതിച്ചതാണല്ലോ, അതുകൊണ്ട് തന്നെ അയാൾക്ക് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് നമ്മളോടൊക്കെ ഉള്ളത് എന്ന് ഗംഗാധരൻ പറയുന്നുണ്ട്. അപ്പം എങ്ങനാ ഗംഗേട്ട കാര്യങ്ങൾ? നമ്മളൊന്നും പോകുന്നില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ല, നമ്മളാരും പോവണ്ട. അല്ല, എന്തായാലും അലീന കടപ്പാട്ടൊരു വിളിക്കുമായിരിക്കും, അപ്പോൾ കുട്ടികളെയും കൂട്ടി ബാലേന്ദ്രൻ പോവില്ലേ എന്ന് ചോദിക്കാണ്. അതും ഒരു പ്രശ്നമാണ്. അപ്പോൾ കുട്ടികൾ അറിയില്ലേ അലീനയുടെ അച്ഛൻ അയാളാണെന്ന്? അതറിഞ്ഞാൽ അവരെങ്ങാനും പോയി വൈജിയോട് പറഞ്ഞാലോ?
അത് ആലോചിക്കേണ്ട കാര്യമാണ്. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് ബാലനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം അലിനെ വിളിച്ച് മനുവിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ, കൊള്ളാലോ, നീ എന്നിട്ടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, നിന്റെ പിറന്നാൾ അറിയാമെന്ന് എന്ന് പറയുമ്പം പപ്പ ചോദിച്ചപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ഓർത്തത്. അതിനെക്കുറിച്ചൊക്കെ ഓർക്കാൻ പറ്റിയ സമയമായിരുന്നല്ലോ അവിടെ വെച്ച് എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. മനുവേട്ടൻ വരില്ലേ? പിന്നെ വരാതെ, തീർച്ചയായിട്ടും ഞാൻ വന്നിരിക്കും, എൻ്റെ പെണ്ണിന് ഒരു ഗിഫ്റ്റുമായിട്ട് എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നാൽ കടപ്പാട്ടൂരിക്ക് വിളിക്കട്ടെ എന്ന് പറയുമ്പം അത് വേണോ എന്ന് ചോദിക്കുകയാണ്. അതെന്താ മനുവേട്ട, കുട്ടികളെ വിളിക്കണ്ടേ? കുട്ടികളെ വിളിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവരോടൊന്നാൽ അവരറിയില്ലേ അതാണ് നിന്റെ അച്ഛനെന്ന്, സ്റ്റാലി ജോസഫ് ആണെന്ന് അവരറിയും. സ്റ്റാലി എന്നുള്ള പേരെങ്ങാണെന്ന് അവർ കടപ്പാട്ടൂര് പറഞ്ഞാലോ? നിന്റെ അമ്മ അറിയില്ലേ? എൻ്റെ ആൻറ്റി അറിഞ്ഞാലോ പ്രശ്നമാവില്ലേ? കുട്ടികളൊന്ന് ഫോട്ടോ കാണിക്കുമോ എന്തെങ്കിലും ചെയ്താൽ അയാളുടെ മകളാണ് നീ എന്നറിഞ്ഞാലോ? നിന്നെ പ്രസവിച്ചത് ബൈജമ്മ ആൻറ്റിയാണെന്ന് മനസ്സിലാക്കിയാലോ? അതോടുകൂടി തീരില്ലേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവിതം എന്ന് ചോദിക്കുകയാണ്. ശരിയാ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൂടിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ എന്നാൽ അച്ഛനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന ഫോൺ കിട്ടാക്കിയിട്ട് ബാലചന്ദ്രനെ വിളിക്കുകയാണ്. അച്ഛാന്ന് വിളിക്കുമ്പം എന്താ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചോദിക്കുമ്പം എനിക്കിവിടെ ഒരു കുഴപ്പമില്ല അച്ഛാ, രാജകീയ ജീവിതം, ഭക്ഷണം, കിടപ്പുമുറി എല്ലാം കൊണ്ടും ഇവിടെ ഞാൻ ഓക്കെയാ. എന്നെ കൈവെള്ളല കൊണ്ടുനടക്കുന്നത് റിട്ടയർഡ് കേണൽ സ്റ്റാലി ജോസഫും അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഔതുക്കുട്ടിച്ചായനും എന്ന് പറയുന്നുണ്ട്. നേരെ ഫുഡ് തരാൻ സെർവൻറ്റും അതുപോലെ തൂത്തുടക്കാൻ ആൾക്കാർ, മുറ്റത്ത് പണിക്കാർ, വേറെ എന്ത് വേണച്ചാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ അച്ഛൻ ചെയ്തത് തെറ്റായ കാര്യമില്ലെന്ന്? മോക്ക് വേണ്ടി ഏറ്റവും നല്ലതേ അച്ഛൻ സെലക്ട് ചെയ്യുള്ളൂ. പക്ഷേ മോളുടെ ആദ്യത്തെ വിഷമം കണ്ടപ്പോൾ ഞാൻ ശരിക്കും വേദനിച്ചു പോയി, വേണ്ടായിരുന്നു എന്നൊരു തോന്നിപ്പോയി എന്ന് പറയുമ്പം സാരല്ലച്ചാ, എന്താണേലും എൻ്റെ പപ്പേനെ എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞല്ലോ. ശരിക്കും എനിക്ക് വെറുപ്പായിരുന്നു എന്നെ അന്വേഷിച്ചു വരാത്തതിൽ. പക്ഷെ പപ്പയ്ക്കും ഞാൻ ജീവനുണ്ടെന്നുള്ള കാര്യം അറിയില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ നല്ല സ്നേഹത്തിലാണ്. അല്ല, അയാളുടെ മിലിറ്ററി സ്വഭാവമൊക്കെ മാറിയോ? അതോ മോളോട് ഇപ്പോഴും ആ കമാൻഡിങ് ഓഫീസറോടാണോ പെരുമാറുന്നത്? സംസാരത്തിൽ നടപ്പിലെല്ലാം ആ ഒരു ഇതുണ്ടെങ്കിലും എന്നോട് വലിയ കുഴപ്പമില്ല. ആദ്യമൊക്കെ ഭയങ്കര മോളുടെ സ്വഭാവമായിരുന്നു അച്ഛാ, ഇപ്പം അതെല്ലാം മാറി. എന്നോട് ഭയങ്കര സ്നേഹ. പണ്ട് അലീന എന്ന് വിളിച്ചുകൊണ്ട് നാളിപ്പോൾ മോളെന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ആഹാ, അത് നല്ല മാറ്റമാണല്ലോ എന്ന് പറയുന്നുണ്ട്. അതെ, എൻ്റെ പിറന്നാൾ എന്നാണെന്ന് ഇന്നൊന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആഗസ്റ്റ് 16 ആഹാ, അത് നാളെ കഴിഞ്ഞല്ലേ? അതെ, അന്നാ എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചത്. അപ്പോൾ തന്നെ അവരെന്നെ കൊണ്ടൊന്ന് ഓർഫനേജിലാക്കി. ആ ദിവസം അച്ഛ നാളെ കഴിഞ്ഞ് എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ്റെ മുഖം മാറുന്നുണ്ട്. തൻ്റെ ഭാര്യ പണ്ട് പിഴച്ച് പ്രസവിച്ച കാര്യമാണല്ലോ ഈ പറയുന്നത്. അയാളുടെ മുഖം ആകപ്പാടെ മാറി. അലീന പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പറഞ്ഞ കേൾക്കുന്നില്ലേ? ഉണ്ട്, കേൾക്കുന്നുണ്ട് മോളെ. പിന്നെന്താ മറുപടി ഒന്നും ഇല്ലാത്തത്? ഞാനെങ്ങനെ മറുപടി പറയാനാ? എൻ്റെ ഭാര്യ വിവാഹത്തിന് മുമ്പ് പ്രസവിച്ച കാര്യമല്ലേ നീ പറഞ്ഞത്, അതുകൊണ്ട് ഞാനൊരു നിമിഷം എന്ന് പറയുമ്പം അച്ഛാ സോറി, ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. ഏയ്, ഞാൻ മോളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. മോളെ ഞാൻ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛാ അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ മോളെ, ഇവിടെ പപ്പ വലിയൊരു ഫംഗ്ഷൻ തീരുമാനിച്ചിരിക്കുക. എൻ്റെ മകളെ ഡിസ്ക്ലോസ് ചെയ്യുകയും എൻ്റെ ബർത്ത്ഡേ പാർട്ടി വലിയ ഫംഗ്ഷൻ പോലെ ആഘോഷിക്കാനും. അതുകൊണ്ട് എല്ലാവരെയും വിളിക്കാൻ പപ്പ പറഞ്ഞു. അതുകൊണ്ടാണോ മോളിപ്പോൾ വിളിച്ചത്? അതെ, ഇന്നേ വരെ എൻ്റെ പിറന്നാളൊന്നും ആഘോഷിച്ചിട്ടില്ലല്ലോ. പപ്പയ്ക്ക് ഓരോ നിർബന്ധം ആഘോഷിക്കണമെന്ന്. അത് നല്ല കാര്യമില്ലേ മോളെ? അതിനെന്താ മോളിപ്പോൾ തടസ്സം പറഞ്ഞത്? തടസ്സമൊന്നുമില്ല, പക്ഷേ എനിക്ക് ചെറിയൊരു പേടി. എന്ത് പേടി? അല്ല, അമ്മയോ മറ്റോ എങ്ങാനും അറിഞ്ഞാലോ? അവൾ അറിഞ്ഞെങ്കിൽ അറിയട്ടെ, അറിഞ്ഞ അച്ഛന് കുഴപ്പമൊന്നുമില്ലേ? ഏയ്, എനിക്കെന്ത് കുഴപ്പം? അതോടുകൂടി വൈജ എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കില്ല, അത്രേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത് അച്ഛനൊരു കാര്യം. അച്ഛാ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അലീന. നീ ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. നീ എന്താ പറഞ്ഞു വന്നെന്ന് മനസ്സിലായി. എൻ്റെ മക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് വരണം. അവരെങ്ങാണം സ്റ്റാലിയെ കണ്ട് മനസ്സിലാക്കിയ ആകെപ്പാട് പ്രശ്നമാവുന്നല്ലേ നീ പറഞ്ഞു വന്നത് എന്ന് ചോദിക്കാണ്. അതെ അച്ഛാ, അത് തന്നെ. അതൊക്കെ ഞാൻ പറഞ്ഞവരെ മനസ്സിലാക്കിക്കോളാം, നീ ഒന്നോർത്ത് ബുദ്ധിമുട്ടണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാളെ കഴിഞ്ഞ് രാവിലെ വരില്ലേ എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ വരും എന്ന് പറയാണ്. ശരി അച്ഛാ എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഗംഗേട്ടൻ ബാലേന്ദ്രനെ കോൾ ചെയ്യാണ്.
എന്താ ഗംഗേട്ടാ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അലീന അവളെന്നെ വിളിച്ചിരുന്നു. അവളുടെ ബർത്ത്ഡേ ആണ് നാളെ കഴിഞ്ഞ്, ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് വരണമെന്നും പറഞ്ഞ് അവൾ വിളിച്ചായിരുന്നു. ബാലേന്ദ്ര അത് പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? അല്ല, രോഹിയും കൃഷ്ണയും ബബിതയും കൂടി അങ്ങോട്ട് പോണതല്ലേ. രോഹിത്തിനും ബബിതയ്ക്കും കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അവിടെ ചെന്ന് അവർ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയാലോ? എന്ത് മനസ്സിലാക്കാൻ? അല്ല, അവിടെ ചെല്ലുമ്പോൾ തന്നെ അവരറിയും സ്റ്റാലിയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം. അപ്പൊ പിന്നെ അമ്മ ആരാണ് എന്നൊരു ചോദ്യം വരുമല്ലോ. അതുകൊണ്ട് ഈ സ്റ്റാലിന്റെ പേരെങ്ങാനും വന്ന് തിരിച്ച് മക്കളെങ്ങാനും വീട്ടിൽ പറഞ്ഞാലോ? അത് മാത്രമല്ല, ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ അതോടെ തീർന്നില്ലേ? എല്ലാം വൈജി അറിയില്ലേ എന്ന് ചോദിക്കുമ്പം എന്ന് വെച്ച് എൻ്റെ മക്കളെയും കൊണ്ട് എനിക്ക് പോകണ്ടേ? ഇതിനകത്ത് അഭിപ്രായമൊന്നും ആരായേണ്ട ആവശ്യം എനിക്കില്ല. എൻ്റെ കുട്ടികളെ കൊണ്ട് ഞാൻ എവിടെ വേണേലും പോകും, അറിയുന്നവരൊക്കെ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ ഫോൺ കട്ടാക്കാണ്. ഗംഗേട്ടൻ ഇയാളോട് നടക്കി പോകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ആഗസ്റ്റ് മാസം 15-ാം തീയതി രാത്രിയിലാവുന്നുണ്ട്. അതേ സമയം സ്റ്റാൻലി തിരക്കിട്ട് ആ ഒരു ഹോട്ടലിൽ ബുക്ക് ചെയ്ത സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്യാണ്. പൗലോസും ആൻ്റപ്പനും എല്ലാവരും ചേരുന്നുണ്ട്. ആ ഒരു ഹോട്ടൽ ആകെപ്പാടെ ഭയങ്കരമായിട്ട് അലങ്കരിക്കുന്നുണ്ട്. ഒരു ഹോള് മുഴുവനും തന്നെ സ്റ്റാൻലി ബുക്ക് ചെയ്തിരിക്കുകയാണ്. പുറത്തുനിന്നുള്ള ഒരാൾ പോലും അങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്ന് സ്റ്റാലിയുടെ പ്രത്യേക കമാൻഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹോട്ടലുകാർ അതെല്ലാം ഇവർക്ക് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുകയാണ്. സ്റ്റാലി അലീനയ്ക്ക് വേണ്ടി ഒരു പുതിയ ഉടുപ്പ് തയ്പ്പിക്കുന്നുണ്ട്. സ്റ്റാലി അലിനോട് പറയുന്നുണ്ട്, നാളെ മോൾ ഇതിട്ട് വേണം ബർത്ത്ഡേ ഫംഗ്ഷന് എത്താനെന്ന് പറയുമ്പം ശരി പപ്പ എന്ന് പറയാണ്. അവൾക്ക് വേണ്ടിയ അലങ്കാര സാധനങ്ങളെല്ലാം തന്നെ സ്റ്റാലി അവിടെ എത്തിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ കടപ്പാട്ടൂരിൽ നിന്ന് അതുപോലെ നമ്മുടെ ബാലേന്ദ്രനും മക്കളും പിന്നെ മനു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവരും ഇറങ്ങാൻ തുടങ്ങുകയാണ്. കെട്ടി ഒരുങ്ങി ആ നാശം പിടിച്ചവളുടെ പിറന്നാൾ കൂടാൻ പോവാ. ആ അനാഥപ്പെട്ടിന് എങ്ങനെ അറിയാം അവളുടെ പിറന്നാളെ നാളെ കഴിഞ്ഞെന്ന്? ഇതെല്ലാം അവൾ ഉണ്ടാക്കുന്നതാ, വെറുതെ ഓർത്തരെ കൊണ്ട് പറയിപ്പിക്കാൻ. നിനക്ക് എന്താ വൈജി, നീ നിന്റെ കാര്യം നോക്കി പോ എന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ട്. അത് ശരിയാ, അമ്മ വരുന്നുണ്ടോ? ഞാനെങ്ങും ഇല്ല അങ്ങോട്ട്. എങ്കിൽ പിന്നെ അമ്മ മിണ്ടാതിരിക്കാൻ നോക്ക്. എല്ലാണും കൂടി കെട്ടി പൊക്കോ. അവിടെ പോയി നാണം കെട്ട് തിരിച്ചിരുമ്പോൾ മനസ്സിലായിക്കോളും. അല്ല, അവിടുത്തെ പുതിയ മുതലാളിയാണോ അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്? ഇവിടുത്തെ മുതലാളി വസ്താക്കിയ പോലെ അവിടുത്തെ മുതലാളിയെയും അവൾ വസ്താക്കി കാണും എന്ന് പറയുമ്പോൾ അമ്മയുടെ ദുഷ്ട ഈ സ്വഭാവം ഒന്ന് മാറ്റുമോ? അമ്മയുടെ നാക്ക് തുറന്ന അമ്മ ഇമ്മാതിരത്തിനെ മാത്രമേ പറയുള്ളൂ. ദയവ് ചെയ്ത് അമ്മയൊന്നും മിണ്ടായിരിക്കോ എന്ന് പറഞ്ഞ് കൃഷ്ണമോളെ പോയി വണ്ടി കയറാണ്. അപ്പോഴേക്കും മനു പോയിട്ട് പറയുന്നുണ്ട്, ഇന്ന് ആഗസ്റ്റ് 16-ാം തീയതിയാ. ഈ ഒരു ഡേറ്റ് മാഡത്തിന് ഓർമ്മയുണ്ട്, സോറി ആൻറ്റിക്ക് ഓർമ്മയുണ്ടോ എന്നും ചോദിച്ചിട്ട് അവൻ വണ്ടിയിൽ കയറിയിട്ട് യാത്ര പറഞ്ഞ് പോകുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നത് മനുവാണ് കേട്ടോ. മനുവും ബാലേന്ദ്രനും മുമ്പിലത്തെ സീറ്റിലും പിന്നിലായിട്ട് രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അവിടെ നിന്ന് പുറപ്പെട്ടു പോവാണ്. വായിച്ച വാതിൽക്കൽ നിന്ന് നമ്മുടെ മനു പറഞ്ഞ കാര്യം ഓർക്കാണ്. ഓഗസ്റ്റ് 16-ാം തീയതി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസം. അന്നാണ് തൻ്റെ മകളെ താൻ പ്രസവിച്ചത്, 24 കൊല്ലങ്ങൾക്ക് മുമ്പ്. പക്ഷേ ആ നിമിഷം തന്നെ തൻ്റെ മകൾ ഈ ലോകത്തോട് വിട പറഞ്ഞ് തന്നോട് യാത്ര പറഞ്ഞ് പോയി കഴിഞ്ഞിരുന്നു. പിറ്റേ ദിവസം രാവിലെയാണ് താൻ കണ്ണു തുറന്നത്. അപ്പോൾ അറിഞ്ഞത് തൻ്റെ മകൾ മരിച്ചുപോയെന്നാ. ഒരുപാട് താൻ തേങ്ങിക്കാരിയ ദിവസം എന്നോർക്കാണ്. ഇതേ ദിവസം തന്നെയാണോ അവളുടെയും പിറന്നാള്? അവൾ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവൾക്കതെങ്ങനെ അറിയായിരിക്കും എന്ന് ഓർക്കാണ്. തൻ്റെ ആഗ്രഹ കഥകളൊക്കെ അവൾ എങ്ങനെയൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരിക്കും ഓഗസ്റ്റ് 16-ാം തീയതി എന്ന ദിവസവും അവൾ അറിഞ്ഞത്. ആ ദിവസം അവൾ അങ്ങ് എടുത്ത് സ്വന്തമായിട്ട് ബർത്ത്ഡേ എന്ന് പറഞ്ഞ് ആഘോഷിക്കാൻ ഒരുങ്ങായിരിക്കും നശിച്ചവൾ എന്നോർക്കാണ്. അല്ലെങ്കിൽ തന്നെ ഏതോ ഒരുത്തി പിഴച്ച് പ്രസവിച്ചിട്ട് പോയാ ആ അനാഥയ്ക്കൊക്കെ എങ്ങനെയാ ഒരു അടയാളം ഉണ്ടാവുന്നത്, ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവുന്നത് എന്നൊക്കെ വൈജ ആലോചിക്കുന്നുണ്ട്. മനുവും അതുപോലെ ബാലേന്ദ്രനൊക്കെ പോകുന്ന വഴിക്ക് അലീനയ്ക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഓരോരുത്തരും അവനോട് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുകയാണ്. അങ്ങനെ രാവിലെ 10 മണിയോടുകൂടി കുളത്തപ്പുഴ ടൗണിൽ അവർ എത്തുകയാണ്. അലീന അവർക്ക് ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്തിരുന്നു. ഇതേ സമയം ഒരു ബ്യൂട്ടീഷ്യൻ കുളത്തപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അലീന സ്റ്റാൻലി എടുത്തു കൊടുത്ത ആ ഒരു ഫ്രോക്ക് ഇടുന്നുണ്ട്. അവർ വന്ന് ഒരു ക്രിസ്ത്യാനിയ ഒരു വിവാഹ പെൺകുട്ടിയെ പോലെ, ഒരു മണവാട്ടിയെ പോലെ അണിയിച്ചൊരുക്കാണ്. നല്ല ഭംഗിയായിരുന്നു നമ്മുടെ അലീനനെ ആ വേഷത്തിൽ കാണാനായിട്ട്.
നല്ല വെള്ളയും അതുപോലെ നല്ല ക്രീമുകളുടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറ്. അതിൽ നല്ല ഏറെ മുത്തുകളും ഹാൻഡ് വർക്കൊക്കെ ചെയ്ത നല്ല വലിയൊരു ഗൗണ്. അതിൻ്റെ കൂടെ അലീനയുടെ മേക്കപ്പും കൂടെ ആയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അല്ലെ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു. അലീന ആ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അവധക്കുട്ടിയും സ്റ്റാലിയും അത് കണ്ട് ഞെട്ടി നിൽക്കാണ്. ശരിക്കും ചിന്നമ്മ കല്യാണത്തിന് ഒരുങ്ങി വന്നതുപോലെ തന്നെ എന്ന് അവധക്കുട്ടി പറയുന്നുണ്ട്. അപ്പച്ചൻ്റെ ഒരു ചിന്നമ്മ എന്നും പറഞ്ഞ് ചിരിക്കുകയാണ് സ്റ്റാൻലി. സ്റ്റാൻലിയുടെ ചിരിയൊക്കെ അപ്പോഴാണ് നമ്മുടെ അലീന കാണുന്നത്. പാപ്പ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം എങ്ങനെയുണ്ടെന്നോ, ആരെ കണ്ണു തട്ടാതിരിക്കട്ടെ എൻ്റെ മോക്ക്, ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എൻ്റെ മോക്ക് എന്ന് ചോദിക്കുകയാണ്. എടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചിന്നമ്മേ, ആ നാട്ടിലെ എല്ലാവർക്കും ഒരു കണ്ണുണ്ടായിരുന്നു, അവളെ ഞാൻ എങ്ങനെ അടിച്ചു മാറ്റിയതല്ലേ. ആ നാട്ടിലുള്ളവരൊക്കെ എത്ര പേര് പണവും പ്രതാപവും ഉള്ളവരൊക്കെ അവളുടെ പിന്നാലെ വന്നെന്നറിയാവോ. എന്നിട്ടും അവൾക്ക് ഇഷ്ടപ്പെട്ടത് ഈ എണ്ണയാ എന്നും പറഞ്ഞ് അപ്പച്ചൻ ചിരിക്കുമ്പം അപ്പച്ചാ എന്നും പറഞ്ഞ് അലീന അപ്പച്ചനെ കളിയാക്കുന്നുണ്ട്. അതേസമയം എൽസമ്മയും ഡാനിയമോളും അങ്ങോട്ടേക്ക് വന്നിട്ടോ. അവർ വന്ന് അലീനെ കണ്ടപ്പോൾ എൽസമ്മയും പറഞ്ഞിട്ടുണ്ട്, അസല് ചിന്നമ്മ വരുന്ന പോലെ തന്നെയുണ്ട് അല്ലേ എന്ന് പറയാണ്. അവധക്കുട്ടി പറഞ്ഞിട്ടുണ്ട്, കേട്ടോടാ എന്ന് പറയുന്നുണ്ട്. അല്ല റീതാമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന് അവധക്കുട്ടി ചോദിക്കുമ്പം ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. എൽസമ്മ ഒരു പക്ഷേ പറയുമായിരിക്കും, തിരിച്ചു ചെല്ലുമ്പോൾ വഴക്ക് കേൾക്കുമായിരിക്കും. ഇനിയെങ്കിലും അവളുടെ പിടിയിൽ നിന്നും നീ എന്നെ സ്വതന്ത്രമാകുക എൽസമ്മേ, എന്നിട്ട് സ്വന്തമായി ജീവിക്കാൻ നോക്ക് എന്ന് അപ്പച്ചൻ പറയാണ്. എൽസമ്മ സ്നേഹത്തോടെ വന്ന് അലീനയോട് പെരുമാറുന്നുണ്ട്. മോളെ ബാ എന്നും പറഞ്ഞുകൊണ്ട് അവർ കാറിലേക്ക് കയറുന്നുണ്ട്. ഡാനിയെയും എൽസമ്മയും അലീനയുടെ കാറിലേക്ക് കയറാണ്. അവധക്കുട്ടിയും അതുപോലെ തന്നെ സ്റ്റാലിനും കയറുന്നുണ്ട്. ജോലിക്കാരെല്ലാം ബൈജിൻ്റെ കൂടെ വണ്ടി കയറാൻ സ്റ്റാൻലി പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും കൂടി ഹോട്ടലിലേക്ക് പോകുന്നുണ്ടേ. ഇവരിങ്ങനെ ആദ്യം തന്നെ ഹോട്ടലിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനുവും ബാക്കി എല്ലാവരും കൂടി വരുന്നുണ്ട്. അങ്ങനെ മനുവൊക്കെ അകത്ത് കയറി ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുമ്പം സ്റ്റാൻലിയുടെ ആ ഒരു കാറിൻ്റെ ഡോറ് തുറന്ന് അല്ല പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു മണവാട്ടി പെണ്ണിനെ പോലെയുള്ള അലീനയുടെ ആ വേഷം കണ്ട് കണ്ണുകളിരിക്കുകയാണ് മനു. മാത്രമല്ല ബബിതയും കൃഷ്ണമോളും രോഹിത്തും ഒക്കെ ആ ഒരു സൗന്ദര്യം കണ്ടിങ്ങനെ മയങ്ങി നിൽക്കുകയാണ്. നമ്മുടെ അലീന രേവതിക്കുട്ടിയും ഗ്രേസമ്മേൻ്റെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരും അവിടെ വന്നിട്ടുണ്ട്. അലീന അകത്തേക്ക് കയറി വന്ന പാടെ രേവതിക്കുട്ടി ഓടി വന്ന് ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയാണ്. കൃഷ്ണമോളും ബബിതയും പിന്നാലെ വന്ന് അലീന ചേച്ചി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വന്നിട്ട് ഒത്തിരി നേരം ആയോ? ഇല്ല, ഇപ്പം ഇങ്ങ് വന്നതേ ഉള്ളൂന്ന് അവർ പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സെന്ന് ചോദിക്കുമ്പം എങ്ങനെയുണ്ടെന്ന് ഒരു മാലാക ഇറങ്ങി വന്നതുപോലെ ഉണ്ട് എന്ന് രേവതിക്കുട്ടി പറയാണ്. അപ്പോഴേക്കും നമ്മുടെ കൃഷ്ണമോള് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞാലേ ഒരു അപ്സരസിനെ പോലെ ഉണ്ട് എന്ന് വേണം പറയാൻ എന്ന് പറയാണ്. ബബിത പറയുന്നുണ്ട്, ഇത്രയൊക്കെ സൗന്ദര്യം ഉള്ളിലുണ്ടായിട്ടാണോ ആ കൂറ ചുതാറിട്ട് നടന്നിരുന്നേ, എന്ത് രസമായിപ്പോൾ കാണാൻ നോക്കിയേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവാണെങ്കിലോ വായം വിളിച്ച് ഒരേ ഇരിപ്പാണ്. അപ്പോഴേക്കും ബാലൻ പറയുന്നുണ്ട്, എടാ വായ അടച്ചു വെക്കടാ, ഈച്ച കയറിപ്പോവും എന്നും പറഞ്ഞ് കളിയാക്കുമ്പം ഒന്ന് പോവാങ്കളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛനെയും കണ്ടപ്പം അച്ഛനെയും പോയി കെട്ടിപ്പിടിക്കുകയാണ് അലീന. പിന്നെ മനുവേട്ടാന്ന് പറഞ്ഞ് മനുവിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ സ്റ്റാലിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതുപോലെ അവധക്കുട്ടിച്ചായനും പിന്നെ എൽസമ്മേനെയും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എൽസമ്മേനെയും ഡാനിയാനെയും ഈ കുട്ടികൾക്കെല്ലാം പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതിക്കും നമ്മുടെ ബബിതയ്ക്കും രോഹിത്തിനും സംശയം, ഇവളെ ഇത്രമാത്രം ഒരുക്കി നടത്താൻ ഇയാൾ ആരാ? ഇയാൾ എന്തായാലും അവിടുത്തെ ഓണറല്ലേ? ആ ആള് ഇത്ര ഗ്രാൻഡായിട്ട് ചേച്ചിയുടെ ഫംഗ്ഷൻ നടത്തുന്ന കാര്യം എന്താ എന്നൊക്കെ പരസ്പരം പറയുന്നുണ്ട്. എന്നിട്ട് എൽസമ്മ എൻ്റെ പപ്പയുടെ ഭാര്യയാണ് എന്നും പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൽസമ്മയും എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് രോഹിത് ചോദിക്കുകയാണ്, അലീന ചേച്ചി സത്യം പറ, ഇത് ഓണറാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? ഒരു ഓണർ ഒരിക്കലും തൻ്റെ ഇതിനു വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യില്ല, ജോലിക്കാർക്ക് വേണ്ടിയിട്ട്. സത്യം പറഞ്ഞോ, ഇതാരാ എന്ന് ചോദിക്കുമ്പം ഞാൻ പറഞ്ഞില്ലടാ, ഇതാണ് എൻ്റെ ഓണർ. വേണ്ട ചേച്ചി, ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട. ബബിത പറയുന്നുണ്ട്, അതെ ഞങ്ങളെ പറഞ്ഞത് സത്യമാണ്, ചേച്ചി ഞങ്ങളെ പറ്റിക്കുക എന്ന് പറയുമ്പം ഇല്ല മോളെ. എന്തായാലും അപ്പോഴേക്കും വന്ന സ്റ്റാൻലി അലീന വാ അങ്ങോട്ട് നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് വിളിക്കുകയാണ്. അവിടെ അലങ്കാരമൊക്കെ ചെയ്ത് ബലൂണൊക്കെ തൂക്കി നല്ല ഗ്രാൻഡായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു പ്ലേസിലേക്ക് അലീനയെ കൂട്ടിക്കൊണ്ട് സ്റ്റാൻലി പോവാണ്.
മുമ്പിൽ നിർത്തിയിരുന്ന കസാരയിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. സ്റ്റാലിൽ വിളിച്ചെടുത്ത് കുറെ VIP കുറെ പട്ടാളക്കാരും അങ്ങനെ ഒരുപാട് പേരുകൊണ്ട് ആ സദസ്സ് നിറഞ്ഞു കഴിഞ്ഞു. മുമ്പിൽ തന്നെ നമ്മുടെ മനുവും അതുപോലെ ബാലേന്ദ്രനും കുട്ടികളും രേവതിക്കുട്ടിയും ഗ്രേസമ്മയും എല്ലാവരും ഉണ്ട്. പിന്നെ എൽസമ്മയും ഡാനിയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന സമയത്ത് സ്റ്റാലി എല്ലാവരോടും അറ്റൻഷൻ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും മിണ്ടാതെ ശ്രദ്ധിക്കുമ്പം ഇത് എൻ്റെ മകളാണ് എന്ന് പറയുമ്പം എല്ലാവരും ഞെട്ടി പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റാലി പറയുന്നുണ്ട്, അതെ, ഞാൻ റിട്ടയർഡ് കേണൽ സ്റ്റാലി ജോസഫ് ആണെന്ന് നിങ്ങൾക്കറിയാലോ. എനിക്ക് 23 വർഷം മുമ്പ് ഒരു അഫെയർ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് ജനിച്ച കുട്ടിയാണ് അലീന. പക്ഷെ എൻ്റെ വീട്ടുകാരും ആ പെണ്ണിൻ്റെ വീട്ടുകാരും സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ പ്രസവത്തോടുകൂടി ഈ കുട്ടീനെ അവർ അനാഥാലയത്തിൽ ഏൽപ്പിച്ചു. ഇങ്ങനൊരു കുഞ്ഞ് ജീവനുണ്ടെന്ന് എനിക്കോ ആ പെൺകുട്ടിക്കോ അറിയില്ലായിരുന്നു. ഞാനും അവൾ വിചാരിച്ചത് ഇവൾ മരിച്ചു പോയെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും വേറെ 2 ലൈഫിലേക്ക് പോയി. എന്നാൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് മനസ്സിലായി എൻ്റെ മകൾ മരിച്ചു പോയിട്ടില്ല എന്ന്. ഇതാണ് എൻ്റെ മകൾ അലീന എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഞാൻ വേറൊരു പേര് കൂടി ഇട്ടു, പ്രിൻസസ്, എൻ്റെ രാജകുമാരി എന്നും പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിക്കാണ്. രോഹിത്തും ബബിതയും പരസ്പരം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട്, നമ്മുടെ സംശയം ശരിയായിരുന്നു ബബിതേ. കണ്ടോ, സാറെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ ചേച്ചിയുടെ സ്വന്തം അച്ഛനാണെന്ന് നമ്മുടെ മറച്ചു വെക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ മോളുടെ പിറന്നാളാണെന്ന്. ഇതേ ദിവസം 23 വർഷങ്ങൾക്ക് മുമ്പാണ് അവൾ ജനിച്ചത്. ജനിച്ച അന്ന് തന്നെ ഇവളുടെ വല്യപ്പച്ചനും എല്ലാം കൂടെ കൂടിയിട്ട് ഇവളെ ഒരു അനാഥാശ്രമത്തിന് കൈമാറി. അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ മകൾ ഒരു അനാഥ കുഞ്ഞായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ അവൾ അങ്ങനെയല്ല, ഈ സ്റ്റാൻലി ജോസഫിൻ്റെ രാജകുമാരിയാണ് എന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് കേക്ക് കട്ട് ചെയ്യാണ്. അലീന മെഴുകുതിരികൾ ഊതിക്കെടുത്തി കേക്ക് കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പാടിക്കണ്ട് അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. അലീന കേക്ക് കട്ട് ചെയ്ത് ആദ്യം ആ സ്റ്റാലിക്കും പിന്നീട് ബാലേന്ദ്രനാണ് കേട്ടോ കൊടുക്കുന്നത്. മൂന്നാമതായിട്ട് മനുവിന് കൊടുക്കുകയാണ്. അതുപോലെ ബാക്കി എല്ലാവർക്കും അവളെ കേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ഫുഡൊക്കെ അറേഞ്ച് ആയി കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിക്കൊള്ളാൻ സ്റ്റാലി പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് രോഹിത്തും ബബിതയും കൂടി വരുന്നുണ്ട്. ചേച്ചി അപ്പോൾ ഞങ്ങളെ പറ്റിക്കുകയാണെന്നല്ലേ? ഇത് ചേച്ചിയുടെ സ്വന്തം പപ്പയായിരുന്നോ? ഞങ്ങളോട് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചേനെ? ഞങ്ങൾക്കത് വലിയ സന്തോഷമല്ലേ ആവുള്ളായിരുന്നു എന്ന് പറയുമ്പം അലീന പറയാണ്, അതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് രഹസ്യമുണ്ട് മോനെ. അതുകൊണ്ടാ പറഞ്ഞാൽ വേറെ കുടുംബത്തിലെ ജീവിതം തകർന്നു പോകും. അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. കൃഷ്ണ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ബബിത ചോദിക്കുകയാണ്, എന്താണ് കൃഷ്ണേ, നിനക്കൊന്നും പറയാനില്ലേ? അതോ ചേച്ചിയോടെല്ലാം പറഞ്ഞിരുന്നോ? ഏയ്, എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും ചേച്ചി കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി. ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞിട്ടായിരുന്നോ? ഞങ്ങൾ എന്തോരം ടെൻഷൻ അടിച്ചു എന്ന് ചേച്ചിക്ക് അറിയോ? ആണുങ്ങൾ മാത്രമുള്ള വീട്ടിൽ ചേച്ചി പോയി നിൽക്കാന്നറിഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്തായാലും ഇപ്പോൾ ആ വിഷമമൊക്കെ മാറി. ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ചേച്ചി സ്വന്തം അച്ഛൻ്റെ കൂടെയാണെന്ന്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് സമാധാനം നിൽക്കാമല്ലോ. ഞങ്ങളെ അമ്മയോട് പോയി പറയും. അയ്യോ വേണ്ട, അമ്മയോട് പറയണ്ട. അതെന്താ? അമ്മയോട് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയാലോ? അമ്മ അങ്ങനെയൊക്കെ ചെയ്താലോ എന്ന് പറയുമ്പം അത് ശരിയാ. കൃഷ്ണൻ പറയുന്നുണ്ട്, ഭവതേച്ചി, രോഹിത്തേട്ടാ, ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും നമുക്കവിടെ പറയണ്ട. ഇവിടുത്തെ മാനേജർ ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ പാർട്ടി ഓഫർ ചെയ്യുന്നു, അത് മാത്രം മതി. അല്ലാതെ ഇവിടെയുള്ള ചിത്ര പപ്പയാണെന്നോ അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും അവിടെ വെളിപ്പെടുത്തണ്ട എന്ന് പറയുമ്പം ശരി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗിഫ്റ്റ് കൊടുക്കുന്ന സമയമാണ്. ബാലേന്ദ്രൻ അവൾക്കൊരു സ്വർണ്ണമാല നെക്ലേസ് ആണ് കൊടുക്കുന്നത് കേട്ടോ. കൃഷ്ണമോളും ബാബുജിയും രോഹിത്തും രേവതിക്കുട്ടിയും എല്ലാവരും അവൾക്കൊരു സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഗ്രേസിനും മാമച്ചനും ഒക്കെ വന്ന് സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. ഇതേ സമയത്ത് മനു അങ്ങോട്ടേക്ക് വന്നിട്ട് ഒരു റിങ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അതവളുടെ കൈകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സ്റ്റാലിക്ക് ഇത് കാണുമ്പം വലിയ ദേഷ്യം വരുന്നുണ്ടേ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ മനുവും അലീനയും വലിയ സന്തോഷത്തോടെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മുടെ സ്റ്റാലിയാണ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോണത്. സ്റ്റാലി പറയാണ്, എൻ്റെ മകൾക്കായി ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഗിഫ്റ്റ് ഇപ്പോൾ കൊണ്ടുവരാൻ പോവാണ്. എല്ലാവരും ഞെട്ടിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഒരു കാറും നിൽക്കാൻ കേട്ടോ. അതിൻ്റെ പുറത്തുള്ള ആ ഒരു തുണി മാറ്റുന്നുണ്ട്. വലിയ വില കൂടിയ ഏകദേശം 19 ലക്ഷം രൂപ വില വരുന്ന ഒരു വലിയ കാറാണ് കേട്ടോ. അത് കണ്ട് എല്ലാവരും ഞെട്ടി ഷോക്കായി നിൽക്കുകയാണ്. അലീന പപ്പയിൽ എനിക്കാണോ ചോദിക്കുമ്പം പിന്നല്ലാതെ ഇതൊരു രാജകുമാരിക്കാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും രോഹിത് എന്നിട്ട് ചേച്ചി ലെക്ക് അടിച്ചല്ലോ, കോൾ അടിച്ചു കിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. ബബിതയും കൃഷ്ണമോളൊക്കെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്.
രേവതിക്കുട്ടി പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും കോൾ അടിച്ചു കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കുകയാണ്. ഇതേ സമയത്ത് എൽസമ്മയ്ക്ക് നല്ല വിഷമമാകുന്നുണ്ട്. ഇന്നേ വരെ അയാള് തൻ്റെ മക്കൾക്ക് വേണ്ടി ഇങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പം എങ്കിലും അത് മറച്ചു വെച്ച് സന്തോഷഭാവത്തിൽ അവിടെ നിൽക്കാണ്. അവധക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ മകൾക്കായിട്ട് ഞാനൊരു സമ്മാനം കരുതിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ആമാടപ്പെട്ടി കൊണ്ടുവരുന്നുണ്ട്. അത് കാണുമ്പം ഇതെന്താ അപ്പച്ച എന്ന് ചോദിക്കാൻ അറിയില്ല. ഇതെൻ്റെ ചിന്നമ്മയുടെ സ്വർണ്ണാഭരണങ്ങളാ. അവൾ പോയ സമയത്ത് ഇതെല്ലാം ഞാൻ സൂക്ഷിച്ചതാ. എൻ്റെ കൊച്ചുമക്കൾക്ക് വീതിച്ചു കൊടുക്കാനായിട്ട്. എന്തായാലും ഇതിന് നിനക്കുള്ളതാ എന്ന് പറയുമ്പോഴും എലിസമ്മയ്ക്ക് വലിയ വിഷമാവുന്നുണ്ട്. അപ്പോഴേക്കും എലിസമ്മയോട് അവധക്കുട്ടി പറയാണ്, നീ വിഷമിക്കണ്ട, സ്റ്റാലിയുടെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെയാ, അവർക്കുള്ളതും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അവ തുറന്നു നോക്കുമ്പോൾ ഒരുപാട് വള, മാല, നെക്ലേസ്, അങ്ങനെ ആവാടപ്പെട്ട് നിറയെ സ്വർണ്ണങ്ങളാണ് കേട്ടോ. അങ്ങനെ അലീന മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. കഴിഞ്ഞ 23 കൊല്ലമായിട്ട് താൻ ഇതുവരെ ഒരിക്കൽ പോലും തൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതത്രയും തൻ്റെ പപ്പ ഒറ്റ ദിവസം കൊണ്ട് തനിക്ക് നൽകി ചേർത്ത് അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ബാലനാണെങ്കിലും നല്ല ചേർത്ത് വെച്ചിട്ട് പറയുന്നുണ്ട്, മോൾക്കിപ്പോൾ നല്ലൊരു ജീവിതം കിട്ടിയില്ലേ, മോളുടെ പപ്പ മോളെ അംഗീകരിച്ചല്ലോ, ഇതിൽ പരം എന്ത് സന്തോഷം വേണം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ കൂടി എന്ന് പറയുമ്പോഴേക്കും ബാലൻ പറയാണ്, അത് വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് ഒരുപാട് നേരം ചെലവഴിച്ചതിന് ശേഷം എല്ലാവരും തിരിച്ച് കടപ്പാട്ടൂരേക്കും പിന്നെ നമ്മുടെ രേവതിക്കുട്ടി തിരിച്ച് എറണാകുളത്തേക്കൊക്കെ പോകുന്നുണ്ട്. അവിടെ വെച്ച് രേവതിക്കുട്ടിയും രോഹിത്തും ഒരുപാട് നേരം സംസാരിക്കുകയാണ്. അങ്ങനെ അലീന വലിയ സന്തോഷത്തിലാണ് കേട്ടോ. തിരിച്ച് കൊളത്തൂപ്പുഴയ്ക്ക് ആ കാറിലാണ് സ്റ്റാൻലി അലീനയും കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഡ്രൈവിങ് എത്രയും പെട്ടെന്ന് പഠിച്ചോ, നീയാണ് ഇനി ഈ കാർ ഓടിക്കേണ്ടത് എന്ന് സ്റ്റാൻലി അലീനയോട് പറയുന്നുണ്ട്. അവിടെ വച്ച് അലീനയുടെയും ആ കാറിൻ്റെയും അതുപോലെ സ്റ്റാൻലിയുടെ ഒക്കെ ഫോട്ടോസ് രോഹിത്തും ബബിതയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബാലചന്ദ്രനും തിരിച്ചു പോകുമ്പം ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. തിരിച്ചു പോകുന്ന വഴിക്ക് കാറിൽ വെച്ച് ബാലൻ മനുവിനോട് പറയാണ്, എന്തായാലും എൻ്റെ വീട്ടിലും നിന്റെ വീട്ടിലും ഒക്കെ അവളൊരു വേലക്കാരിയായിരുന്നെങ്കിലേ ഇപ്പം അവൾ ആ കൊട്ടാരത്തിലെ രാജകുമാരിയാ. അയാൾ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. മനു പറയാണ്, അതെ, എന്തൊക്കെ പറഞ്ഞാലും അവളുടെ പപ്പ അവളെ ജീവനിൽ ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ട്. അവൾക്കൊടുത്ത സമ്മാനം തന്നെ കണ്ടില്ലേ, അവളെ അവിടുത്തെ രാജകുമാരി പോലെയല്ലേ വാഴിക്കുന്നത് എന്ന് മനു പറയാണ്. രോഹിത്തും ബബിതയും അപ്പോഴും വിഷമിച്ചിരിക്കുകയാണ്. എങ്കിലും നിങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഞങ്ങളോട് സത്യമൊന്നും പറഞ്ഞില്ലല്ലോ, ഞങ്ങളുടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം, ഞങ്ങൾക്ക് കൂടി ആശ്വാസം ആകുമായിരുന്നല്ലോ എന്ന് പറയുമ്പം അത് പിന്നെ നിന്റെ അമ്മ എന്ന് പറഞ്ഞ സാധനം വീട്ടിലുണ്ടല്ലോ, അവളങ്ങാണ് അറിഞ്ഞാലേ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാ. അയാൾ പപ്പയാന്ന് പറഞ്ഞതൊന്നും അവൾ വിശ്വസിക്കില്ല, ഓരോ കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവർ വീട്ടോടൊക്കെ പോയി പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ കരുതിയിട്ടാ എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അവർ പോവാണ്. കൊളത്തുപുഴയിലേക്ക് തിരിച്ചു വരുമ്പോഴേക്കും അലീനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അവൾ ആ ഗൗണൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അതും സ്റ്റാൻലിയുടെ നിർബന്ധപ്രകാരമായിരുന്നു. ആ ഫോട്ടോ വെച്ച് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് ആ ഫോട്ടോസെല്ലാം ലാമിനേറ്റ് ചെയ്ത് തൻ്റെ വീട്ടിന് ഫ്രണ്ടിൽ വെക്കണമെന്നായിരുന്നു സ്റ്റാൻലിയുടെ ആഗ്രഹം. അതെല്ലാം തന്നെ അലീനോട് പറയുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് വന്ന് അവളുടെ ഡ്രസ്സെല്ലാം അഴിച്ചു വെച്ച് മറ്റു ഡ്രസ്സൊക്കെ വരുത്തിടുന്നുണ്ട്. എന്നിട്ട് ഇന്നത്തെ ദിവസം അവൾ ഓർത്തു നോക്കാണ്. എന്ത് സന്തോഷമായിരുന്നല്ലേ, മനുവേട്ടൻ, രേവതിക്കുട്ടി, അച്ഛൻ, കുട്ടികള്, അതുപോലെ പപ്പ, എൽസമ്മ ആൻറ്റി, പിന്നെ ഡാനിയമോള്, അങ്ങനെ എല്ലാവരും കൂടി എന്ത് ആഘോഷമായിരുന്നു. അവൾക്കത് ജീവിതത്തിലെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു. പക്ഷേ ഒരാളെ മാത്രം മിസ്സിങ് ഉണ്ട്, എൻ്റെ അമ്മ എന്ന് അലീന ഓർക്കുന്നുണ്ട് കേട്ടോ.